ആവശ്യഭാരങ്ങൾ അനുനിമിഷവുമീ പാരിൽ അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതൻ നാഥൻ. അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതൻ നാഥൻ. മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നവനോട് പ്രാർത്ഥിച്ചു. ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിച്ചു. എന്താ ഉത്തരം? മോനെ, എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ്റെ ഹിതം അത് അല്ല. നീ മരിക്കാന്നുള്ളത് എൻ്റെ ലക്ഷ്യം, അല്ലെങ്കിൽ നീ മരിക്കാന്നുള്ളതാണ് എൻ്റെ ഹിതം. പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടി. എങ്ങനെ? ഭയഭക്തി നിമിത്തം. എന്താ ഭയഭക്തി? എന്ത് തിരിച്ചു പറഞ്ഞാലും അത് ഏറ്റെടുക്കുമെന്നുള്ളതാണ് ഭയഭക്തി. അല്ലാതെ എൻ്റെ ഇഷ്ടം നിർവഹിച്ചേ പറ്റൂ എന്ന് പറയുന്നതല്ല ഭയഭക്തി. എന്താണ് ഭയഭക്തി? ഭയഭക്തി എൻ്റെ ഹൃദയം ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു, എൻ്റെ വേദന ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു, എൻ്റെ പ്രയാസം ഞാൻ ദൈവസന്നിധിയിൽ പകരുന്നു, ഞാൻ കർത്താവിനോട് പറയുന്നു, ഞാൻ കരയുന്നു. പക്ഷേ എന്തായിരിക്കണം ഉത്തരമെന്ന് എനിക്ക് തിരഞ്ഞെടുക്കാൻ പറ്റത്തില്ല. നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം എന്തുത്തരം പറയണമെന്നൂടെ നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പക്ഷെ യേശു പ്രാർത്ഥിച്ചപ്പോൾ ഭയഭക്തിയോടുകൂടെ പ്രാർത്ഥിച്ചു. പക്ഷെ ഉത്തരം കിട്ടിയത് മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ളവനോടാണ് പ്രാർത്ഥിച്ചത്. പക്ഷെ ഉത്തരം കിട്ടിയത് മരിച്ചാൽ മതി എന്നാണ്. ഇതാണ് സെൻസിബിൾ പ്രയർ എന്ന് പറയുന്നത്. നമ്മുടെ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കണം. ജാതികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ദൈവ ബന്ധമില്ല. അവർ വാക്കുകൾ ആവർത്തിക്കുന്നതിനകത്താണ് അവർ അതിൻ്റെ മാഹാത്മ്യത്തെ കാണുന്നത്. അവർ ജൽപ്പനം ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രശ്നം. അവരുടെ തലയിലും ഹൃദയത്തിലും കയറിയല്ല അവർ വാക്കുകൾ ഉരുവിടുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന അങ്ങനെ ആകരുത്. നിങ്ങളുടെ പ്രാർത്ഥന സെൻസിബിൾ ആയിരിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഓരോ വാക്കും എന്താണ് പ്രാർത്ഥിക്കുന്നതെന്നുള്ള ബോധ്യത്തോടുകൂടെ വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. 2, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഫീലിങ്സ് അതിനോട് ചേർന്ന് തന്നെ പോയേ പറ്റൂ. അധരം ഉരുവിടുക മാത്രമല്ല. ഹന്നയുടെ കാര്യത്തിൽ അവളുടെ അധരത്തിൽ നിന്ന് ശബ്ദം പുറത്ത് വന്നില്ല. അവളുടെ ഹൃദയം സജീവമായിരുന്നു, വാക്കുകൾ സജീവമല്ലായിരുന്നു. നമ്മുടെ പ്രശ്നം, അല്ലെങ്കിൽ ജാതികളുടെ പ്രശ്നം, ഹൃദയം സജീവമല്ല, വാക്കുകൾ സജീവമാണ്. ജൽപ്പനവും പ്രാർത്ഥനയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പ്രാർത്ഥനയിൽ ഹൃദയം സജീവമാണ്, ഒരു പക്ഷേ വാക്കുകൾ പുറത്തു വരണമെന്ന് നിർബന്ധമില്ല. ജൽപ്പനത്തിൽ വാക്കുകൾ സജീവമാണ്, പക്ഷെ ഹൃദയം അതിനെ അനുഗമിക്കണമെന്ന് നിർബന്ധമില്ല. എന്നിട്ട് അതിനോട് ചേർന്ന് കർത്താവ് പറയാണ്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർ ചിന്തിക്കുന്നത്. ജാതികളുടെ പ്രാർത്ഥനയുടെ രണ്ടാമത്തെ പ്രശ്നമാണ്. 1, അവർ ജൽപ്പനം ചെയ്യുന്നു, അതായത് അവരുടെ ഹൃദയവും തലയും അവരുടെ പ്രാർത്ഥനയുടെ കൂടെ പോകുന്നില്ല. 2, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർ ചിന്തിക്കുന്നത്. കൂടുതൽ പ്രാർത്ഥിച്ചാൽ പ്രയോജനം ഉണ്ടാകുമെന്നാണ് അവരുടെ ചിന്ത. പ്രാർത്ഥനയുടെ ദൈർഘ്യവും പ്രാർത്ഥനയുടെ ലെങ്ത്തും, ഒരു ദേവദാസൻ പറഞ്ഞത്, പ്രയർ ഈസ് നോട്ട് മെഷേർഡ് ബൈ യാർഡ് എന്നാണ്. പ്രാർത്ഥന അളക്കുന്നത് നീളം കൊണ്ടല്ലെന്ന്. മീറ്റർ സ്കെയിൽ വെച്ചല്ല പ്രാർത്ഥന അളക്കുന്നത്. 12 മീറ്റർ നീളത്തിൽ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അത് വെയിറ്റാ, അതിൻ്റെ കണ്ടന്റാണ്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഹൃദയമാണ്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് ആര് ചിന്തിക്കുന്നത്? ജാതികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരുടെ പ്രാർത്ഥനകളിൽ ഈ ജൽപ്പനത്തോടൊപ്പം തന്നെ ഓർക്കേണ്ട കാര്യമുണ്ട്. അത് ആവർത്തിച്ച് പിന്നെയും പറയുന്നത്. ഇപ്പം രക്ഷാർച്ചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 പ്രാവശ്യം ദേവീസ്തുതി ഉരുവിടണമെന്നാണ് അതിൻ്റെ. 1,00,000 പ്രാവശ്യം എന്നാലേ ഫലം ഉണ്ടാകത്തുള്ളൂ. 99,999 ഗുണമില്ല, 1,00,000 തന്നെ ഉണ്ടായിരിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ അതിഭാഷണത്താൽ എന്ത് കിട്ടുന്നു? ഉത്തരം കിട്ടുന്നു. ഞാൻ ഒരിക്കൽ മദ്രാസിൽ പോയപ്പോഴത്തേക്ക് മദ്രാസ് മെയിലിൽ എൻ്റെ ഓപ്പോസിറ്റ് ഒരു ബ്രാഹ്മൺ, ഒരു പ്രായമുള്ളൊരു മനുഷ്യനാണ്, ഒത്തിരി പ്രായമുണ്ട്. അങ്ങനെ ലക്ഷാർച്ചന നടത്തുക. ഈ ലക്ഷാർച്ചനയുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1,00,000 പ്രാവശ്യം ആയോ ഇല്ലയോ നമുക്കറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളിപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കും. ലക്ഷാർച്ചനയ്ക്ക് അത് എത്ര പ്രാവശ്യം വേണം? 1,00,000 പ്രാവശ്യം. അപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്, 1,00,000 പ്രാവശ്യം ആയോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. നമുക്കാണെങ്കിൽ വളരെ ഈസിയാണ്. കർത്താവിന് ഒറ്റയടിക്ക് 10,000 കോടി സ്തോത്രമൊക്കെ നമ്മളൊക്കെ കൊടുത്തേക്കും. കർത്താവ് ഞാൻ നിങ്ങൾക്ക് 10,000 കോടി സ്തോത്രം. പിന്നെ കർത്താവിൻ്റെ ജോലിയാണ് ഇതെല്ലാം എണ്ണിയെടുക്കുക എന്ന് പറയുന്നത്. അവർക്ക് അങ്ങനെ പറ്റത്തില്ല. അവർക്ക് എന്ത് 1,00,000 പ്രാവശ്യം ഒന്നും പറയാൻ പറ്റത്തില്ല. അവർക്ക് എന്താണ്? ലക്ഷാർച്ചന. അപ്പൊ ഈ മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു നമ്പറിംഗ് മെഷീനോട് കൈവച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം എന്താണ് ദേവി സ്തോത്രം പറയുമ്പോഴും
അർച്ചന നടത്തുമ്പോഴും ഇതിങ്ങനെ നമ്പർ ഇങ്ങനെ അടിച്ചോളൂ. അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തമാശയാണ്, നടന്ന കാര്യമാണ്. അദ്ദേഹം കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. പാവം പ്രായമല്ലേ, ഉറങ്ങി കുറച്ച് നേരം ഇങ്ങനെ ഉറക്കം തൂങ്ങിയിട്ട് എണീറ്റ് പിന്നെ പുള്ളി എന്ന് പറഞ്ഞ് ഈ നമ്പറിംഗ് മെഷീൻ 5-6 പ്രാവശ്യം ഓടിച്ചു. കാര്യം ഉറക്കത്തിലും കുറച്ച് പറഞ്ഞു കാണുമല്ലോ എന്നൂടെ. അതെന്തിനാ ഇല്ലാതാക്കുന്നതെന്ന് വെച്ച് അതിനൂടെ അദ്ദേഹം നമ്പറിംഗ് മെഷീനിൽ ഇങ്ങനെ നമ്പർ ഇടുന്നത് കണ്ടു. അപ്പൊ 1,00,000 പ്രാവശ്യം, അതായത് ആവർത്തനം കൊണ്ട് ദൈവത്തെ കബളിപ്പിക്കാമെന്നാണ് അവരുടെ ചിന്ത. ഈ ബുദ്ധിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതാണ് ഞാൻ പറഞ്ഞത്, ഈ ചാൻറ്റിങ് ഒക്കെ. അപ്പോൾ ചാൻറ്റിങ് പിന്നെയും പോട്ട്, ഈ പ്രത്യേകിച്ച് ടിബറ്റൻ ബുദ്ധിസത്തിനും മറ്റും ഉണ്ടാകുന്നൊരു പ്രത്യേകത, ഇവരെ ഉരുവിടാനുള്ള മടി കൊണ്ട് വേറെ ചില മാർഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വേറെ ചില മാർഗം, ഞാനൊരു പ്രാവശ്യം റിവാൾസർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ബുദ്ധിസ്റ്റ് മോങ്സിന്റെ ഒരു ഗുഹയുണ്ട്. അപ്പോൾ ഇത് കാണാനായിട്ട് ഞാനിങ്ങനെ റിവാൾസറിലേക്ക് പോവുകയാണ്. റിവാൾസറിൽ പോയ കൂട്ടത്തിൽ എനിക്കറിയാം അവിടെ ആകപ്പാടെ കുറച്ച് സന്യാസിമാരേ ഉള്ളൂ താമസം. പക്ഷെ ആ നാട് മുഴുവൻ ഇവർ, ഞാൻ താഴെ നിന്ന് കയറുമ്പോൾ തൊട്ട് തുണി ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുന്നു. ഞാൻ എന്താണ് ഇത്രയും തുണി വിരിച്ച് ഉണക്കാനിട്ടിരിക്കുന്നത്? പക്ഷെ അടുത്ത് നമ്മുടെ മനസ്സിലായത് ഇതൊന്നും ഉണക്കാനിട്ടിരിക്കുന്ന തുണിയല്ല. ഇവർ ചെയ്യുന്നത് പ്രാർത്ഥന ഒരു തുണിയിൽ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. അതായത് അവർക്ക് അങ്ങനെ ഒരു അച്ചുണ്ട്, നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന കൊത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മഷി വരട്ടിയിട്ട് പ്രയർ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. പ്രിന്റ് ചെയ്തിട്ട് ഇവർ ഇങ്ങനെ തൂക്കിയിടും. അപ്പൊ അവരുടെ ചിന്ത, കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോൾ ഓരോ പ്രാവശ്യവും ഇത് ഓരോ പ്രാർത്ഥനയായിട്ട് ദൈവം കണക്കാക്കുമെന്ന്. വെറുതെ പറഞ്ഞതല്ല, നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഇവരിങ്ങനെ കറക്കിക്കൊണ്ട് നടക്കും. പ്രാർത്ഥന എഴുതിയ ചെറിയ മണിയുണ്ട്, ആ മണിയുടെ അറ്റത്ത് ഇങ്ങനെ പ്രാർത്ഥനയുടെ ഇത് കൊത്തി വെച്ചിട്ട് അവരിങ്ങനെ കറക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം കറങ്ങുമ്പോഴും പറയാൻ സമയം എടുക്കുമല്ലോ, അപ്പോൾ കറങ്ങുമ്പോഴും ദൈവം അതെല്ലാം ഓരോ പ്രാർത്ഥനയായിട്ട് കണക്കാക്കുമെന്ന് അവർ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെ കൂടുതൽ കറക്കുമ്പോൾ കൂടുതൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവര് ചിന്തിക്കുന്നത്. നമുക്കും ഈ ചിന്ത അത്രയില്ലാതെ ഒന്നുമില്ല. നമ്മുടെ ചിന്ത കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തെ ബുദ്ധിമുട്ടിച്ചാൽ ദൈവം ഈ കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തു തരുമെന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും അങ്ങനെയൊന്നും പെതിയൊന്നും പ്രാർത്ഥിച്ചാൽ പോലെ നമ്മൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതാ. വിടരുത്, ദൈവത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങളുടെ ഒരു മിഷണറിയുടെ വൈഫ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഷീ ഹാഡ് സം പ്രോബ്ലം, അവളുടെ ഡെലിവറിയുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞിൻ്റെ പ്രശ്നത്തിൽ. അപ്പോൾ ഒരു ആൻറ്റി അവിടെ ചെന്ന് പറഞ്ഞു, മോളെ നീയെ ഉഴപ്പി പ്രാർത്ഥിക്കുന്നുള്ള, ഇങ്ങനൊന്നുമല്ല, വിടരുത്, ദൈവത്തെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണം, ദൈവത്തെ വിടാൻ പാടില്ല, അപ്പം കർത്താവ് പ്രാർത്ഥന കേൾക്കും. ഇവിടെ തിരിച്ച് ചോദിച്ചു, എൻ്റെ പൊന്നെ ആൻറ്റി, ഞാൻ പിടിച്ചു വെക്കാൻ ദൈവം എന്നെ എൻ്റെ കയ്യിലാണോ? ഞാൻ ദൈവത്തിൻ്റെ കയ്യിലല്ലേ? നമ്മുടെ ചിന്ത എന്നറിയാമോ? ദൈവം നമ്മുടെ കയ്യിലാണെന്ന്. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കയ്യിലല്ല, നമ്മൾ ദൈവത്തിൻ്റെ കയ്യിലാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലുള്ള ചിന്ത, നമ്മളുടെ എഫേർട്ട് കൊണ്ട് ദൈവത്തെ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന പറ്റത്തില്ല. ദൈവത്തെ ആർക്കും ദുരുപയോഗം ചെയ്യാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞ ദീർഘമായ പ്രാർത്ഥന മോശമായ കാര്യമല്ല. കർത്താവ് എന്താണ്, രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ രാത്രി മുഴുവൻ ദീർഘമായി പ്രാർത്ഥിച്ചു എന്നതിനാൽ ദൈവം അത് നിർവഹിച്ചു തരാൻ ബാധ്യസ്ഥനാണെന്ന് ഞാൻ ചിന്തിക്കരുത്. കർമ്മേലിലെ കാര്യം ഒന്ന് ആലോചിച്ച്, കർമ്മേലിൽ ബാലിന്റെ പ്രവാചകന്മാർ ഉച്ചവരെ ബാലേ ഉത്തരമരണമെന്ന് പറഞ്ഞ് ദേഹം മുഴുവൻ മുറിവേൽപ്പിച്ച് പ്രാർത്ഥിച്ചു, രാവിലെ മുതൽ ഉച്ചവരെ. എത്ര പ്രാവശ്യം അവർ വിളിച്ചു കാണും? രാവിലെ തൊട്ട് ഉച്ചവരെ ഒരേ വാക്ക് തന്നെ ഇവർ ഉച്ചരിച്ചുകൊണ്ടിരുന്നാൽ എത്ര പ്രാവശ്യം വിളിച്ചു കാണും? ഉത്തരം കിട്ടിയോ? ഇല്ല. ഏലിയാവ് എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു? അവർ ഉച്ചവരെ പ്രാർത്ഥിച്ചെങ്കിൽ ഞാൻ രാത്രി വരെ പ്രാർത്ഥിക്കുമെന്നാണോ ഏലിയാവ് പറഞ്ഞത്? അല്ല, ഒറ്റ പ്രാർത്ഥന, നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, അതിന് ഉത്തരം ലഭിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അവിടെ യാതൊരു രീതിയിലുള്ള പ്രകടനങ്ങളും ഏലിയാവ് നടത്തുന്നില്ല. ബാലിന്റെ പ്രവാചകന്മാർ എന്തെല്ലാം പ്രകടനങ്ങൾ കാണിക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്നു. പക്ഷെ ഏലിയാവ് ഒരു ഒറ്റ മിനിറ്റിനുള്ളിൽ പ്രാർത്ഥന നിർത്തി. പക്ഷെ അത് ഫലം കണ്ടു. ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. കൂടുതൽ പ്രാർത്ഥിക്കുന്നത് തെറ്റല്ല. യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. എന്നാൽ പ്രാർത്ഥനയുടെ ദൈർഘ്യം കൊണ്ട് ഉത്തരം കിട്ടും എന്ന് ചിന്തിക്കുന്നത് ജാതികളാണെന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ പറഞ്ഞല്ല, ആര് പറഞ്ഞിരിക്കുന്നു? കർത്താവ് പറഞ്ഞിരിക്കുകയാണ്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവര് ചിന്തിക്കുന്നത്, അവരങ്ങനെയാണ് കരുതുന്നത്. കൂടുതൽ പ്രാർത്ഥിച്ച് ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്യാവുന്ന, അത് നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണയുടെ ഒരു വ്യത്യാസമാണ്. നമ്മുടെയൊക്കെ ചിന്ത എന്നറിയാമോ? ദൈവം നമ്മളെ ഒരു കാരണവശാലും സഹായിക്കത്തില്ലെന്ന് തീരുമാനിച്ചിരിക്കുന്ന ഒരു ക്രൂരനായ വ്യക്തിയായിട്ടാണ് നമ്മുടെ മനസ്സിലെ ചിന്ത. ചിലപ്പോൾ ഈ പിള്ളേരൊക്കെ 2 മുട്ടായി കിട്ടിയെന്ന് വെച്ചോ, കൂട്ടുകാരുടെ മുമ്പിൽ വെച്ച് കൂട്ടുകാർ പറഞ്ഞു, എടാ എനിക്കൂടെ തളവും കൊടുക്കത്തില്ല, കയ്യിൽ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നുണ്ടെ മറ്റേ കൂട്ടുകാർ വന്നിട്ട് അവൻ്റെ തള്ളവിരൽ പിടിച്ച് ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുമ്പോൾ ഇവന് തടയ്ക്കും. അപ്പം ഒരുത്തം വന്ന് ഇത് പിടിച്ചിട്ട് ഈ കൈയൂടെ വിളിച്ച്
തുറക്കും. അങ്ങനെ എല്ലാവരും കൂടെ വിഷമിച്ച് അവൻ്റെ കയ്യിൽ നിന്ന് എല്ലാ വിരലും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ തിരിച്ച് പിടിച്ച് മറിച്ച് ഒടുവിൽ പിന്നെ ഇവൻ്റെ കയ്യിൽ നിന്ന് മുട്ടായി എടുക്കും. ദൈവം ഇതുപോലെ നമുക്കൊന്നും തരാതെ വിരലിങ്ങനെ പിടിച്ചോണ്ടിരിക്കുക. പിന്നെ പ്രാർത്ഥിച്ച് ടേൺ ദ ഹാൻഡ്സ് ഓഫ് ദ ഹാൻഡ്സ് ദാറ്റ് ടേൺസ് ദ വേൾഡ്, ലോകത്തെ തിരിക്കുന്നവന്റെ കരങ്ങളെ തിരിക്കാം ഇന്ന് രാത്രി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേര് പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് പിടിച്ച് തിരിച്ച് വല്ലതും കിട്ടിയെങ്കിലായി. കിട്ടിയില്ല. ദൈവം അങ്ങനെയല്ല. ദൈവം നമ്മളെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ നോക്കിയിരിക്കുന്ന ദൈവമാണ്, അല്ലാതെ ദൈവം നമ്മളെ സഹായിക്കാതിരിക്കുന്ന ദൈവമാണോ? നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ധാരണയുടെ അടിസ്ഥാനപരമായി നമുക്കുള്ള ധാരണയുടെ പ്രോബ്ലമാണ് നമ്മൾ ചിന്തിക്കുന്നത് ദൈവം ഇങ്ങനെ ഒരു കഠിനനായ ദൈവമാണെന്നുള്ള ചിന്ത. അങ്ങനെയല്ല. ദൈവത്തിന് നമ്മുടെ ആവശ്യങ്ങൾ, ഇവിടെ കർത്താവ് പറയുന്നത് എന്താണെന്ന് അറിയാമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജാതികരെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർ ചിന്തിക്കുന്നത്. അടുത്ത വാക്യം എന്താണ്? അവരോട് തുല്യരാകരുത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ സ്വർഗസ്വപിതാവ് അറിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചില്ലെങ്കിലും നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മുടെ സ്വർഗസ്വപിതാവിന് അറിയാം. ആകെപ്പാടെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യം എന്താ? നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ ഒരു പ്രാവശ്യം പോലും പ്രാർത്ഥിച്ചില്ലെങ്കിൽ ദൈവത്തിന് അറിയാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കും. ഞാനല്ല പറഞ്ഞേ, കർത്താവ് പറഞ്ഞിരിക്കുക. പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? അവിടെയാണ് പ്രാർത്ഥനയെക്കുറിച്ചുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസപ്പെടേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ആവശ്യം എന്താണെന്ന് ദൈവത്തെ അറിയിക്കാൻ വേണ്ടിയൊന്നുമല്ല. അതിന് നമ്മൾ പ്രാർത്ഥിച്ചില്ല അറിയത്തില്ലയോ? നമ്മുടെ ചിന്ത, നമ്മൾ പറയുന്നത് കേൾക്കുമ്പോഴാ ദൈവം, ഓ നിനക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ലേ, ഞാനത് മനസ്സിലാക്കിയില്ല കേട്ടോ എന്ന് കർത്താവ് പറയൂ. പണ്ട് ഒറീസായി സൈക്ലോൺ അടിച്ചപ്പോഴത്തേക്ക് ഒരാൾ പ്രാർത്ഥിച്ചത്, കർത്താവെ ഒറീസായി സൈക്ലോൺ അടിച്ചത് ടൈംസ് ഓഫ് ഇന്ത്യയായി വായിച്ചത് നീ അറിഞ്ഞു കാണുമല്ലോ എന്ന്. അപ്പൊ ദൈവത്തിന് ഇതൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ദൈവത്തിന് അറിയത്തില്ലെന്നുള്ള ചിന്തയാണ്. നോ, ഗോഡ് നോസ്. നമുക്ക് ആവശ്യമുള്ളത് എന്നതെന്ന് നമ്മുടെ സ്വർഗസ്ഥ പിതാവ് നമ്മൾ യാചിക്കും മുമ്പേ അറിയുന്നുണ്ട്. പിന്നെന്തിനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്നുള്ളത് ദൈവത്തിന് അറിയാമെങ്കിലും നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ശരിക്കും നമ്മുടെ ആവശ്യങ്ങളല്ല, ആഗ്രഹങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ദൈവസന്നിധി പോയി പറയുന്നത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളല്ലാതെ നമ്മുടെ ആവശ്യങ്ങളല്ല പോയി പറയുന്നത്. നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ അറിയത്തില്ല നമ്മുടെ ആവശ്യമാണ്. പിള്ളേരാണെങ്കിൽ നമ്മുടെ അടുത്ത് വന്ന് എന്തെല്ലാം കാര്യങ്ങൾ, ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കുഞ്ഞുങ്ങൾ വന്ന് നമ്മുടെ അടുത്ത് വന്ന് പറയുന്നത് അവരുടെ ആവശ്യങ്ങളാണോ ആഗ്രഹങ്ങളാണോ? ആഗ്രഹങ്ങളാണ് വന്ന് പറയുന്നത്. അതിനകത്ത് ചിലത് ആവശ്യമായിരിക്കാം, ചിലത് ആവശ്യമില്ലായിരിക്കും. ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് ആരാ തീരുമാനിക്കുന്നത്? അപ്പനാ തീരുമാനിക്കുന്നത്, മക്കളല്ല. ഒരു കൊച്ചു ചെറുക്കനെ ഒരു ദിവസം അവൻ്റെ അപ്പനടുത്ത് എനിക്കറിയാവുന്നത്, ഞാൻ ഇരിക്കുമ്പോൾ പറഞ്ഞു, ഡാഡ് ഐ നീഡ് എ കാർ. ഓക്കെ മോനെ, അടുത്ത പ്രാവശ്യം നമ്മൾ കടയിൽ പോകുമ്പം ഞാൻ നല്ല ഒരു ടോയ് നിനക്ക് വാങ്ങിച്ചിട്ട്. നോ 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 ടോയ് കാർ, ഐ നീഡ് എ ബിഗ് കാർ ലൈക്ക് യുവേഴ്സ്. അവന് ടൊയോട്ട കാംറി വേണം. 3 വയസ്സേ ഉള്ളൂ. നമ്മളെന്താ ഉടനെ എന്താ പറയും? ഏതാണെങ്കിലും മോൻ ചോദിച്ചതല്ലേ, ഒരു ടൊയോട്ട കാംറി അവനെ വാങ്ങിച്ചു കൊടുത്തേക്കാം എന്ന് ഏതെങ്കിലും അപ്പം ചിന്തിക്കുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? അതവൻ്റെ ആവശ്യമല്ല. അവനിത് കണ്ട് മോഹിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അവൻ എന്തെല്ലാം കാര്യങ്ങൾ പറയും. നമ്മളത് ചിരിച്ചു തള്ളത്തേ ഉള്ളൂ. അവൻ്റെ ആഗ്രഹമല്ലേ. ചോദിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു താണ്ട് പൊട്ടിയിട്ട് കൊടുക്കുമോ? അതുമില്ല. ചോദിക്കട്ടെ, അവൻ അത്രയും ബോധമേ ഉള്ളൂ. അവന് ബോധമില്ലാത്തതുകൊണ്ട് അവൻ ചോദിക്കുന്നു. ഇതുപോലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പലപ്പോഴും ചെന്ന് പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്, മോഹങ്ങളാണ്. പറഞ്ഞോ, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്കല്ല, ആർക്കാ അറിയാവുന്നത്? അപ്പനെ അറിയാവുന്നത്. അപ്പൻ ഒരുമാതിരി ബോധമുള്ള ചെറുക്കനാണെങ്കിൽ പറയും, മോനെ നിനക്ക് ആവശ്യമുള്ളതല്ല അത്. നിനക്കിപ്പം വലിയ കാർ ഓടിക്കാറൊന്നും ആയില്ലല്ലോ, നീ പ്രായമാകട്ടെ, മച്ചുവർ ആകട്ടെ, അപ്പോൾ ഞാൻ വാങ്ങിച്ചു തരാം. കണ്ടോ, ആവശ്യം എന്താന്നുള്ളത് അപ്പൻ പറഞ്ഞു കൊടുക്കണം. പ്രാർത്ഥനയിൽ നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങൾ പോയി പറയുന്നു, ദൈവം അതിനെ വിശുദ്ധീകരിച്ച് നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് ഇങ്ങോട്ട് പറയും. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. പൗലോസിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു പ്രശ്നമായിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ ശൂലം. എന്തോ വലിയ പ്രയാസം, നമുക്കറിയത്തില്ല എന്താണെന്നുള്ളത്. അവൻ്റെ കണ്ണിന് കാഴ്ച കുറവായിരുന്നെന്ന് ഒരാൾ പറയുന്നു, വേറെ ആൾ പറയുന്നു എപ്പിലെപ്റ്റിക് ആയിരുന്നെന്ന്. പല ചരിത്ര പുസ്തകങ്ങളിലും പോൾ ചെന്നി ബാധിച്ച എപ്പിലെപ്റ്റിക് ആയിരുന്നു പറയുന്നുണ്ട്. അപ്പോൾ എപ്പിലെപ്സിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വെള്ളമൊക്കെ കാണുമ്പോഴത്തേക്ക് പെട്ടെന്ന് താഴെ വീഴാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. പൗലോസ് ഒരു ചെറിയ കാര്യമൊക്കെ ആണെങ്കിൽ അങ്ങനെ 3 വട്ടം, എത്ര പ്രാവശ്യം ഈ ശൂലം മാറിപ്പോണെന്ന് 3 വട്ടം അപേക്ഷിച്ചെന്നാ. ചെറിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത്രയും ഒന്നും പുറകെ നടന്ന് വാങ്ങിക്കുന്ന ഒരാളൊന്നും അല്ല പൗലോസ് എന്ന എൻ്റെ ചിന്ത. അപ്പോൾ അതുപോലെ പ്രശ്നമുള്ളതായിരിക്കും. പിന്നെ അത് തന്നെയല്ല, ഇതൊരു സ്വന്തം കാര്യമാകാനുള്ള സാധ്യതയും ഇല്ല എന്ന് എൻ്റെ ചിന്ത മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുന്നതായ എന്തെങ്കിലും കാര്യമായിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ ഇത് അദ്ദേഹത്തിനുള്ള ഒരു അസുഖം,
എപ്പിലെപ്സി ആയിക്കോട്ടെ, നാളെ ആരും പറയരുത് ഞാൻ പറഞ്ഞു പൗലോസിന് എപ്പിലെപ്സി ആയിരുന്നെന്ന് എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞതാണ്. എപ്പിലെപ്സി ആയിക്കോട്ടെ, എപ്പിലെപ്സി ആണെങ്കിൽ ഇപ്പം ഞാൻ എപ്പിലെപ്റ്റിക് ആണെങ്കിൽ ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഈ മോനെ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടു തന്നു, വലിയ സന്തോഷത്തോടെ കൊണ്ടു തന്നതാണ്. ഞാൻ എന്തോ ഈ വെള്ളത്തിലോട്ട് നോക്കുകയും പെട്ടെന്ന് എനിക്ക് എപ്പിലെപ്സിയുടെ പ്രശ്നങ്ങൾ എനിക്കുണ്ടാകുകയും ഞാൻ പെട്ടെന്ന് എടുത്തടിച്ച് താഴെ വീണു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്തു. അപ്പോഴത്തേക്ക് ഞാൻ വൈകുന്നേരം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന എന്നായിരിക്കും? എൻ്റെ ദൈവമേ, ഈ അസുഖം ഒന്ന് മാറി കിട്ടിയായിരുന്നെങ്കിൽ എനിക്ക് എത്രയോ ആളുകളെ കൂടുതൽ ബൈബിൾ പഠിപ്പിക്കാമായിരുന്നു, എനിക്ക് എത്രയോ ആളുകളോട് കൂടുതൽ സുവിശേഷം പറയാമായിരുന്നു, എത്രയോ ആളുകളെ കൂടുതൽ ദൈവസന്നിധിയിൽ കൊണ്ടുവരാമായിരുന്നു. നിനക്ക് എന്തുകൊണ്ടാണ് എൻ്റെ ഈ അസുഖം ഒന്ന് മാറ്റിത്തരാത്തത്? സ്വാഭാവികമായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇങ്ങനെ 3 വട്ടം ഞാൻ അപേക്ഷിച്ചു. 3 വട്ടം അപേക്ഷിച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അവിടെ ഇരിക്കടാ മോനെ, ഞാനൊരു കാര്യം പറഞ്ഞു തരാം. എന്താ ഞാനിത് മാറ്റാത്തെന്നറിയാമോ? ഇല്ല കർത്താവേ, നിനക്കേ അസാമാന്യമായ വെളിപ്പാടുകളെ ഞാൻ തന്നിട്ടുണ്ട്. ഉണ്ട്. ഈ വെളിപ്പാടുകൾ ഇച്ചിരി പ്രശ്നകാരണമാണ്. കാര്യം, വെളിപ്പാടുണ്ടെങ്കിൽ നീ നിഗളിക്കാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്കും ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് തന്നിരിക്കുന്നത്. അതെന്താ കർത്താവേ ഇതുമായിട്ടുള്ള ബന്ധം? നീ വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് തന്നിരിക്കുന്നതാണ് സാത്താന്റെ ഈ ദൂതനെ നിന്നെ കുത്തിക്കോളാൻ. അങ്ങനെയല്ലേ? പക്ഷെ കർത്താവേ, എനിക്ക് ഇതില്ലായിരുന്നെങ്കിൽ കുറച്ചുപേരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുവരാമായിരുന്നല്ലോ. ശരിയാടാ, ഇതില്ലായിരുന്നെ നീ കുറച്ചുപേരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുവന്നേനെ. പക്ഷേ ഇതുള്ളത് കൊണ്ടാണ് നീ ഇങ്ങ് സ്വർഗത്തിൽ വരുന്നത്. അപ്പൊ നീ ഇതില്ലെങ്കിൽ ചിലപ്പോൾ നീ കുറച്ചുപേരെ കൂടെ സ്വർഗത്തിൽ കൊണ്ടുവന്നിട്ട് നീ എന്ത് ചെയ്യും? അഹങ്കരിച്ച് നരകത്തിൽ പോകും. അങ്ങനെ നീ കുറച്ചുപേരെ കൂടെ കൊണ്ടുവരുന്ന സന്തോഷമാണെങ്കിലും നീ ഇങ്ങ് വരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉള്ളത് കൊണ്ടാ ഞാൻ ഈ ശൂലം നിനക്ക് തന്നിരിക്കുന്നത്. അറിയും യേശു എന്നാവശ്യഭാരങ്ങൾ അനുനിമിഷവും ഈ പാരിൽ അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതെൻ നാഥൻ. അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതെൻ നാഥൻ. അലമാലകൾ പോലാർത്തിരം വീടും ആകുലവേളകൾ വന്നിടുമ്പോൾ, അലമാലകൾ പോൽ ആർത്തിരം വീടും ആകുലവേളകൾ വന്നിടുമ്പോൾ, അൻപിൻ കരങ്ങളാലാകവേ അകറ്റി ാവശ്യഭാരങ്ങൾ അനുനിമിഷവും ഈ പാരിൽ അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതെൻ നാഥൻ. അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതെൻ നാഥൻ. ആയിരം ദൂതരുമായി ആകാശ
ആവശ്യഭാരങ്ങൾ അനുനിമിഷവും ഈ പാരിൽ അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതെ നാഥൻ. അരികിൽ അണച്ചെന്നെ ആശ്വസിപ്പിച്ചിടും അഴലെന്തെന്നറിയാതെ